റെഡി. നമ്മൾ ഒരു തേനീച്ചക്കൂട് തുറക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. കൂടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ നിൽക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കുക, അല്ലെങ്കിൽ കൂടിൻ്റെ ബാക്കിൽ നിൽക്കുക. ഇപ്പോൾ ഈ കൂടിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ശരിക്കും നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് നിന്നിട്ട് കൂടെടുക്കാൻ പറ്റും. നമുക്ക് ഈ കൂട് തുറന്നു നോക്കാം. എങ്ങനെ തുറക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാം. വളരെ സാവധാനം വേണം നമ്മൾ ഇതിൻ്റെ അടപ്പ് തുറക്കാൻ. ഇതിൻ്റെ അടപ്പിനുള്ളിൽ ഒരുപാട് ഈച്ചകൾ ഉണ്ടാകും. ധൃതി പിടിച്ച് പെട്ടെന്ന് ചെയ്ത് തീർത്താൽ ഈച്ചകൾ നമ്മളെ ആക്രമിക്കുകയും ചെയ്യും. അതോടെ നമ്മൾ ഈ കൂട് ഉപേക്ഷിച്ച് നമ്മൾ പോകും. അതുകൊണ്ട് വളരെ കരുതലോടെ ശ്രദ്ധയോടെ വേണം കൂട് കൈകാര്യം ചെയ്യാൻ. ഈ അടപ്പ് തുറന്നാൽ ഇത് മലർത്തി പിടിക്കാൻ പാടില്ല. ഇത് കമയത്തി പിടിച്ചിട്ട് വേണം നമുക്ക് കൈകാര്യം ചെയ്യാൻ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ചകൾ പറന്ന് പുറത്തേക്ക് പോകില്ല. ഇത് ഒരു ഷീറ്റിലോ അല്ലെങ്കിൽ ഓടിൻ്റെ മുകളിലോ നമുക്ക് അതുപോലെ വെക്കാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് ഒരു ഫ്രെയിം എടുത്ത് ഒരു റീപ്പർ എടുത്ത് എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതെടുക്കുമ്പോൾ 4 ഭാഗവും നമ്മൾ ശ്രദ്ധിക്കണം. എവിടെയും തട്ടി മുട്ടി ഈച്ചകൾക്ക് പരിക്കേൽക്കാൻ പാടില്ല. ഈച്ചകൾക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ ഈച്ചകൾ കുത്തും. ഈ രീതിയിൽ വേണം നമ്മൾ ഫ്രെയിം കൂട്ടിൽ നിന്ന് എടുക്കാൻ. 2 ഭാഗവും പരിശോധിക്കാൻ തിരിച്ച് നോക്കാം. ഈ ഭാഗം പരിശോധിക്കാൻ ഇങ്ങനെ തിരിച്ച് നോക്കാം. ഈ ഫ്രെയിം നേരെ ഇങ്ങനെ നിൽക്കുന്ന ഫ്രെയിം ഇങ്ങനെ മറിച്ച് പിടിക്കാൻ പാടില്ല. മറിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഈ അട പൊട്ടി താഴെ വീഴുകയും ഈച്ചകൾ ഒന്നടങ്കം നമ്മളെ കുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഈ രീതിയിൽ വേണം ഫ്രെയിം പരിശോധിക്കാൻ. 2 ഭാഗം നോക്കാൻ തിരിച്ച് ഈ ഭാഗത്തേക്ക് തിരിച്ച് പിടിക്കാം. അതുപോലെ തിരിച്ച് ഈ ഭാഗത്തേക്കും പിടിക്കാം. ഒരു ഈച്ച പോലും നമ്മളെ കുത്തുകയില്ല. ശരിക്കും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വേണം കൂട് കൈകാര്യം ചെയ്യാൻ. കൂടുതൽ സമയം കൂട് തുറന്നു വെക്കാനോ പാടില്ല. കൂട്ടിലേക്ക് വെയിൽ കൂടുതൽ അടിക്കാനും പാടില്ല. അത് ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഇനി ഈ ഫ്രെയിം അതിലേക്ക് വെക്കാണ്. വെക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കാം. വെക്കുമ്പോൾ വേണം 4 ഭാഗവും ശ്രദ്ധിക്കാം. നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് തട്ടാൻ പാടില്ല. അതുപോലെ ആ ഭാഗത്തേക്കും പാടില്ല. 2 സൈഡിലേക്കും തട്ടി പോകാൻ പാടില്ല. ഈ രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ. എത്ര കൂടുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ വേണം നമ്മൾ നോക്കാൻ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പണിയല്ല, എന്നാൽ വേഗത്തിൽ ചെയ്യുകയും വേണം. ഈച്ചകൾക്ക് ഒരു പരിക്കേൽക്കാൻ പാടില്ല. ഈ രീതിയിലാണ് നമ്മൾ കൂട് കൈകാര്യം ചെയ്യേണ്ടത്. ഈച്ചകൾ ഒരിക്കലും നമ്മളെ ആക്രമിക്കുകയില്ല. ഈച്ചകൾക്ക് വേദനയായി കഴിഞ്ഞാൽ മാത്രമേ ഈച്ച ആക്രമിക്കുകയുള്ളൂ. അല്ലാഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. നമുക്ക് ശരിക്കും തേനെടുക്കാൻ പറ്റും. കൂടുതൽ പരിശോധിക്കാൻ പറ്റും. റാണി സെല്ലുകൾ കട്ട് ചെയ്തെടുക്കാനും കഴിയും.